ലോഡ് ഷെഡിങ് വീണ്ടും വരുന്നു. KCB ഇത് എന്ത് കളിയാ കളിക്കണത്? നമ്മളെ കാലത്ത് ആവരത്തിലുണ്ടായിരുന്നപ്പോ എത്ര മാന്യമായിട്ട് കൊണ്ടു നടന്നിരുന്നതാണ്. മൊത്തമാര് കൊണ്ട് കൊളമാക്കും. നീ എന്താണ് ഈ കാര്യമായിട്ട് നോക്കണത്? നമ്മുടെ നാരകത്തെ കുഞ്ഞുമോളിയേച്ചില്ലേ, ആ, അവരുടെ മോളുടെ കല്യാണമാണെന്ന് കുടുംബസമേതം ചെല്ലണം എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചേക്കുന്നു. അപ്പൊ നമുക്ക് പോണം, കല്യാണത്തിന് കുടുംബസമേതം തന്നെ പോണം. അയ്യോ, സിദ്ധുവിന്റെ കല്യാണത്തിനെ നമ്മൾ എല്ലാവരും കൂടെ ചെന്ന് അവിടെ വിളിച്ചത്. അപ്പൊ അവരുടെ കൊച്ചിന്റെ കല്യാണം വരുമ്പോ അവര് മെസ്സേജ് അയക്കുകയാണ് ചെയ്യേണ്ടത്, വീട്ടിൽ വന്ന് വിളിക്കണ്ടേ? എന്റെ സീര, നീ ഏത് ലോകത്താണ്? കാലം മാറി വരെയാണ്, അപ്പൊ ജീവിത സാഹചര്യങ്ങളും മാറും. ചിലപ്പോ അവർക്ക് മെസ്സേജ് അയച്ച് വിളിക്കാനേ തോന്നിയിട്ടുണ്ടാവുള്ളൂ. എന്ന് കരുതി നമ്മൾ പോകാതിരുന്നു കഴിഞ്ഞാല് കല്യാണം അവിടെ നടക്കും അതിന്റെ വഴിക്ക്. അതെ അതെ, അവിടെ നടന്നോട്ടെ കല്യാണം. ഇപ്പൊ നീ എന്താ പറഞ്ഞു വന്നത്? കല്യാണത്തിന് പോണോ വേണ്ടേ? പോവണ്ട. വേണ്ട. വേണ്ട, അത് തന്നെ. വേണ്ട. എന്ത് പറ്റി മോളെ? വല്ല ലൈൻ കമ്പി പൊട്ടിയോ? എന്തുവാ മനുഷ്യ? എന്തൊരു ശബ്ദമാ എന്റെ ലച്ചു, ഇങ്ങനെ ഈ ബഹളം വെച്ച് എന്തോ ചെയ്യുവാ? അല്ല, പാറുവിനെ കണ്ടായിരുന്നു ചോദിച്ചതാ. ഇത്രയും പ്രായമായില്ലേ ലച്ചു നിനക്ക്? ഈ പിള്ളേരോട് ഇപ്പോഴും തല്ലുകൂടി കിടക്ക? ഞാൻ തല്ലുകൂടിയൊന്നുമില്ല അമ്മ, എന്നെ ഇടങ്കാലിട്ട് വീഴ്ത്താൻ നോക്കിട്ടാ. ഇടങ്കാലി വെച്ച് വീഴ്ത്താൻ നോക്കിയോ? സ്മാർട്ട് ഗേൾ. എന്റെ അച്ഛ അങ്ങനൊന്നും അല്ല. ഞാൻ അവിടെ പുറത്ത് കസാരയിൽ കാലും കാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ഫ്രണ്ട് കൂടെ ചേച്ചി പോയി. അപ്പൊ ചേച്ചിയുടെ ദേഹത്തിന്റെ കാലൊന്ന് മുട്ടി. അച്ഛൻ പറ, ആരുടെ ഭാഗത്ത് അപ്പൊ തെറ്റ്? അച്ഛൻ പറ, ആരുടെ ഭാഗത്താ തെറ്റ്? എന്ന് പറയുമ്പോ ചുമ്മാതല്ല ലക്ഷ്യം, നമ്മുടെ വീട്ടിൽ നിൽക്കാതെ ഓടി ഇങ്ങോട്ട് വന്നത്. ഇവിടെ പിള്ളേരായിട്ട് കളിച്ച് നടക്കാമല്ലോ. മക്കളെ പാറു, വന്നേ, ചേച്ചിയുടെ കാര്യം പറയട്ടെ. തൽക്കാലം കാര്യമൊന്നും പറയണ്ട അമ്മ. ചേച്ചി നല്ല ദേഷ്യത്തിലാ, അങ്ങോട്ട് ചെന്ന് ഞാൻ അടിക്കും. അടിക്കോ? ഞാൻ അടിക്കാനാ ഇവളെ? അല്ല പാറു, ചേച്ചി അടിച്ചാ ചേച്ചിന് തിരിച്ചടിക്കോ? എനിക്ക് തിരിച്ചടിക്കാൻ പറ്റണ്ടേ? ചേച്ചിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തോട്ട് പോലും പോകാൻ പറ്റത്തില്ല. എന്തുവാ ലച്ചു കേൾക്കുന്നേ? അല്ല, സംഭവം കൊച്ചു പറയാൻ ചെറിയൊരു കാര്യമൊക്കെ ഉണ്ടമ്മ. ദേഷ്യം വന്നാ പ്രത്യേകിച്ചൊന്നും ചെയ്തൊന്നുമില്ല, ജസ്റ്റ് കാലവരെ തറ അടിച്ച് വലിച്ചങ്കേറ്. വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നൊന്നും നോക്കണ്ട. ദേഷ്യം വന്നു കഴിഞ്ഞാ ഡബിൾ സ്ട്രെങ്ത്. ഇതെന്തുവാ ലച്ചു ഇവര് പറയുന്നത്? സത്യമാണോ ഇതൊക്കെ? ചുമ്മാ വെറുതെ തള്ളി മറിക്കണതമ്മ. എന്ത് എന്തൊക്കെ വർത്താനങ്ങളാ ചേട്ടാ ഇവള് പറയുന്നേ? തള്ളി മറിക്കുന്നൊക്കെ അങ്ങനെ പഠിപ്പിച്ചത് തന്നെ ഇങ്ങനെ? അല്ല, അതൊക്കെ ഇപ്പൊ എല്ലാരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളല്ലേ, അല്ലേ അച്ഛാ? അല്ല, അത് വിട്. സിദ്ധുവായിട്ട് വിളിച്ചാ? സിദ്ധു ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രി. അവിടെ മംഗലാപുരത്ത് എന്തോ തിരക്കാണെന്നാ പറഞ്ഞത്. അവനെന്തോ ബിസിനസ് ചെയ്യുന്ന എന്തോണ്ടും പറഞ്ഞിട്ടല്ലേ പോയത്. തീരെ നിന്നോടൊന്നും പറഞ്ഞില്ലേ? നമ്മളോട് പറയത്തില്ലല്ലോ. അവനവിടെ അവന്റെ പെങ്ങളെടുത്ത് എന്നിട്ടല്ലേ അവിടെ എത്തിന്ന് പോലും നമ്മളെ വിളിച്ചു പറഞ്ഞേ. അറിയാവുന്നവരൊന്നും വിളിച്ചു പറയത്തൂല്ലല്ലോ. അല്ല, എനിക്കും പ്രത്യേകിച്ചൊന്നും അറിയില്ല. അളിയനും കൂടെ അവിടെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഫ്രൂട്ട്സ് എക്സ്പോർട്ടിങ് അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അറിയായിരുന്നല്ലോ, ഒന്ന് വിളിച്ചു പറയായിരുന്നല്ലോ അത്, അല്ലേ? ഞാനേ ഇപ്പൊ വരാവേ. കണ്ടോ കാര്യങ്ങൾ ചോദിച്ചോണ്ട് അവൻ ഓടി പോകുന്നുണ്ടോ? ശരി, അവിടെ ഇതിനകത്ത് എന്താ അഭിപ്രായം പറയാനാണ്? അവൻ അവന്റെ പെങ്ങളുടെ അടുത്തും അളിയന്റെ അടുത്തും പോയേക്കണ്, അത്രേ ഉള്ളൂ. ഈ മംഗലാപുരം എന്ന് പറയണതേ അത്യാവശ്യം നല്ലൊരു സ്കോപ്പുള്ള സ്ഥലമാണ്. കാരണം പോർട്ടൊക്കെ അവിടെ അടുത്താണല്ലോ. അപ്പൊ എക്സ്പോർട്ടിങ് കയറ്റിയും കഴിക്കാം. സ്കോപ്പുള്ള സ്ഥലമൊക്കെ തന്നെയാണ് മംഗലാപുരം. പക്ഷെ എന്നാലും പോയേക്കണത് ഇവനല്ലടാ. കാര്യം ശരി, അവരളിയനാണ്, പെങ്ങളാണ്, മച്ചമ്പിയാണ്, കൂട്ടു ബിസിനസ്സാണ്. പക്ഷെ അത് അല്ല, നീ എവിടെ പോടും? കേശുവേ, ഈ മംഗലാപുരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. നമ്മുടെ ഈ ഏരിയയിലെ ഹാർബറാണോ? എവിടെയാ ട്രാൻസ്ഫോമർ ഉള്ളത്? ട്രാൻസ്ഫോമർ അത് ഈ വളവിലുണ്ട്. വളവിലാണോ? ഇപ്പൊ എന്തിനു ചോദിച്ചു? അല്ല, എപ്പോഴാണ് ഒരു അത്യാവശ്യം പറഞ്ഞതെന്ന് പറയാൻ പറ്റൂല. ട്രാൻസ്ഫോമറോട് എന്തൊരു അത്യാവശ്യം?